എനിക്ക് ഇന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ അതിനെ ഒരു എരിശ്ശേരി വെക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇത് നല്ലവണ്ണം കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളവും ഉപ്പും ഒഴിച്ച് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു കൂട്ടുണ്ടാക്കിയെടുക്കാം. ഞാനിന് കുറച്ച് തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കൂടുതലാണ്, ഇത്രയും വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഒന്ന് മിക്സിയിലൊന്ന് ഞാൻ ഇടട്ടെ. ഇത് കൂട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെന്തുകൊണ്ടിരിക്കുന്ന ചക്കയിലോട്ടൊന്ന് തട്ടാം. ഓക്കെ, ചക്ക ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ടൊന്ന് തട്ടി ഒന്ന് മിക്സ് ചെയ്യാവേ. ആ കൂട്ടൊക്കെ ഒന്ന് ഒഴിച്ച് ചക്ക ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് ഇത് കടുവറുത്ത് എരിശ്ശേരിയാക്കി എടുക്കാം. ഓക്കെ, എരിശ്ശേരി നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുവറുത്ത് ഒന്ന് എടുക്കട്ടെ. കടുക് വറക്കാനായിട്ട് കുറച്ച് കടുകും ഒരു വറ്റൽ മുളകും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ടൊന്ന് കടുക് വറക്കാവേ. കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ഞാനൊന്ന് കടുക് വറക്കുകയാണ്. ഇതൊന്ന് നല്ലവണ്ണം കരിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇത് ചക്കയിലോട്ട് ഒന്ന് തിരിച്ച് ഒഴിക്കാം. ഓക്കെ, ഇതൊന്ന് മൂത്ത് വരട്ടെ. തേങ്ങയൊക്കെ നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ആ ചക്കയിലോട്ട് ഒന്ന് ഒഴിച്ചെടുക്കാം. ഓക്കെ, കടുക് വറുത്ത് ചക്കയിലോട്ടൊന്ന് ഒഴിച്ചിട്ടുണ്ട്. അടിപൊളി ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഇതും കുറച്ച് അച്ചാറും കൂടെ ഉണ്ടെങ്കിലും നമുക്ക് ചോറുണ്ണാൻ നല്ല എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.